ചിലര് ഒന്നും നേടിയില്ല എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞ് സങ്കടപ്പെട്ട് നടക്കുന്നത് കാണാറുണ്ട്. എന്തുകൊണ്ടാണ് നേടാത്തത്? ശരിക്കും ഗോളിലേക്ക് എങ്ങനെ ഫോക്കസ് ചെയ്യണമെന്ന് അറിയാതെ പോയത് കൊണ്ട് തന്നെ. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കാലത്ത് വലിയ ആവേശത്തോടെ ആയിരിക്കും വൈകുന്നേരം വീട്ടിലേക്ക് വരിക. വീട്ടിൽ വന്നു കഴിയുമ്പോൾ വീട്ടിലെ സാഹചര്യങ്ങള് പഠിക്കാൻ ഉതകുന്നതല്ലാതെ വന്നാലോ? ഗസ്റ്റ് ഉണ്ട്, അവരെ മൈൻഡ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അത് കഴിഞ്ഞു, കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാം. അപ്പോഴായിരിക്കും വീട്ടിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യങ്ങൾ വരിക. അങ്ങനെ ഇന്നത്തേത് നാളത്തേക്ക് നീക്കി വെച്ച് ഇന്ന് പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ പഠിക്കാതെ ഓരോ ദിവസവും പാഠഭാഗങ്ങൾ കുമിഞ്ഞു കൂടുമ്പോൾ എത്രമാത്രം ഫ്രസ്ട്രേറ്റഡ് ആകുന്നുണ്ട് എന്ന് കുട്ടിയുടെ അച്ഛനമ്മമാർക്ക് പോലും അറിയുന്നുണ്ടാവില്ല. ചില കുട്ടികൾക്കത് പ്രശ്നമല്ല, എന്നാൽ ചില കുട്ടികൾക്കത് പ്രശ്നമാണ് താനും. ഇങ്ങനെ ഒരു ശീലം വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും പഠിക്കണമെന്നുള്ള ഒരു രീതി അങ്ങോട്ട് മാറിയിട്ട് എങ്ങനെയെങ്കിലും എന്നുള്ള രീതിയിലാവും. സത്യത്തില് കുട്ടികൾക്ക് പ്രയോറിറ്റി നിശ്ചയിച്ച് അവർക്ക് സമയം കണ്ടെത്തി പ്രയോറിറ്റി ടൈം വെച്ച് വേറെങ്ങോട്ടും മാറാതെ ഇരുന്ന് പഠിക്കാനുള്ള ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് നമുക്ക് മക്കളെ പഠിപ്പിക്കണം. നമുക്ക് അടുത്ത വീഡിയോകളിൽ അതിലേക്ക് കടന്നു വരാം. പ്രയോറിറ്റി വെച്ച് പഠിക്കുക, ടൈമിന് പ്രയോറിറ്റി വെച്ചിട്ട് മടുക്കാതെ ഇരുന്ന് പഠിക്കുക. ചെയ്യണം നമുക്കത്. വീഡിയോ ഇഷ്ടമായോ? എത്ര പേർക്ക് വേണം അങ്ങനെ ഒരു വീഡിയോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുകൊണ്ട് മാത്രമേ എനിക്ക് കൂടുതൽ ആശയങ്ങൾ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിർബന്ധമായും കമന്റ് എഴുതുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.